ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചമ്മന്തിപ്പൊടിയാണ്. ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ചമ്മന്തിപ്പൊടി. ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 2 കപ്പ് ഉഴുന്നിടുക. ഉഴുന്ന് എന്നിട്ട് നന്നായിട്ട് ചൂടാവണം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ അത് നല്ല രീതിയിൽ ചൂടാക്കുക. അടുത്തായിട്ട് എടുക്കേണ്ടത് ഒരു തേങ്ങ ചെറുകിയത്, അതേപോലെ തന്നെ ഇഞ്ചി, കരിവേപ്പില, നാരകത്തിൻ്റെ ഇല, പുളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ എടുത്തിട്ട് നന്നായിട്ട് ചട്ടിയിൽ മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് ചൂടാക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നല്ല രീതിയിൽ ചൂടാക്കുക. കുറച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ അതിനകത്തേക്ക് കുറച്ച് കായം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഇപ്പോൾ ചെയ്യണ്ട, അത് കുറച്ചും കൂടി ഒന്ന് ചൂടാവണം. വെളിച്ചെണ്ണ ഇപ്പോൾ നമ്മൾ ഒഴിച്ചു. അതേപോലെ തന്നെ കുറച്ച് കായം കൂടിയും ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഏകദേശം നല്ല ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ട് തന്നെ ചൂടാക്കുക. നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് എടുത്ത് മിക്സ് ചെയ്യുക. ഇപ്പോൾ അത് ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് അത് ചൂടായിട്ടുണ്ട്, നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അത് ഓഫ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന്, അതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് ഇനി അത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് നല്ല ഫൈൻ പൊടിയാക്കി എടുക്കുക. അതുപോലെ ഇപ്പോൾ നമ്മൾ ചെയ്തത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ അത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. ചട്ടിയിലിട്ടിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് രണ്ടും കൂടി നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിലേക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ആ മിക്സായതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 സ്പൂൺ മാക്സിമം മതി. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് കംപ്ലീറ്റ് ഒന്ന് എല്ലാം കൂടി എടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. ഇനി ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ഏകദേശം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. ആ ഉപ്പും ആ ഉഴുന്നിൻ്റെ പൊടിയും അതുപോലെ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള തേങ്ങയുടെയും ആ കരിവേപ്പില എല്ലാം കൂടി ഇട്ടുള്ള പൊടിച്ചിട്ടുള്ള പൊടിയും എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ അത് സംഭവം നല്ലൊരു ചമ്മന്തിപ്പൊടി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറയും. ഓക്കെ, താങ്ക് യു.